ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. സിനിമ റിവ്യൂ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം നമ്മുടെ ഓൺലൈനിലും നമ്മുടെ മറ്റു മാധ്യമങ്ങളിലും എല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ് നമ്മുടെ എമ്പുരാനെ കുറിച്ചൊരു റിവ്യൂ പറയാം. നമ്മൾ ആദ്യമായിട്ട് റിവ്യൂ ചെയ്യുന്നത്. പക്ഷേ എമ്പുരാൻ കണ്ടപ്പോൾ മുതൽ എമ്പുരാൻ്റെ ഒരു റിവ്യൂ എവിടെയെന്നുള്ളൊരു ആഗ്രഹം. കാരണം വെച്ചാൽ ഒരുപാട് റിവ്യൂ കണ്ട ഈ പടം കാണാൻ പോയി, ഒരുപാട് പേർ റിവ്യൂ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള രീതിയാണല്ലോ പ്രമുഖരായിട്ട് റിവ്യൂവേഴ്സിന് റിവ്യൂ കാണുക, എന്നിട്ട് പോയി പടം കാണുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിൽ വരുന്നത്. കേരളത്തിൽ എല്ലായിടത്തും അങ്ങനെയാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പടം കാണാൻ പോകുന്നത്. അപ്പം പ്രമുഖരായ പല റിവ്യൂവേഴ്സിൻ്റെയും റിവ്യൂ കണ്ടു. അതിനകത്ത് പലരും നല്ലത് പറയുന്നവരുണ്ട്, എന്നാൽ സിനിമ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞവർ, പ്രമുഖരായ ഒരുപാട് പേര്, പ്രമുഖരായ വ്യക്തികൾ ഒരുപാട് നെഗറ്റീവ് പറയുന്നു. അപ്പം നമ്മളൊരു കുറേ നാളായി ഒരു മോഹൻലാൽ പടം, അതായത് ഒരു ലാലേട്ടൻ പടം, ലാലേട്ടൻ്റെ കട്ട ആരാധകനായി. അപ്പോൾ ലാലേട്ടൻ പടം ഇങ്ങനെ ആഘോഷിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പം ശരിക്കും ഇന്നലെ നമ്മൾ 28-ാം തീയതി നമ്മൾ കോട്ടയം അഭിലാഷി പടം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങ് പോയി, റിവ്യൂസ് എല്ലാം കണ്ടതിൻ്റെ ഒരു ഇമ്പാക്റ്റിലാണ് പോയത്. പടം തുടങ്ങി, പടം അവസാനം വരെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഈ പടത്തിന് ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്യുന്നത് മനസ്സിലായില്ല. കാരണം ഒരു ഇൻ്റർനാഷണൽ ലെവൽ ഒരു സ്റ്റഫ് എടുത്ത് വെച്ചേക്കുക നമ്മുടെ പൃഥ്വിരാജ്. ഒരു ഇൻ്റർനാഷണൽ പടം എന്ന് വെച്ചാൽ ഓരോ സീൻസും എന്നാ പറയാനാണ്, നമ്മൾ മലയാളം സിനിമയാണോ എന്ന് പലവട്ടം ആലോചിച്ച്. ഇപ്പം മേക്കിങ്ങും ഇൻട്രോയൊക്കെ അടിപൊളിയാണെന്ന് എല്ലാവരും പറഞ്ഞ്, ബാക്കി കണ്ടന്റ് ഇല്ല, അല്ലെങ്കിൽ തിരക്കഥയില്ല എന്നൊരു പരമാർശമാണ് ഈ ഒരു സിനിമയ്ക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്. പക്ഷെ ഈ പറയുന്നതൊക്കെ എന്ത് അടിസ്ഥാനമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിനകത്ത് മിക്ക റിവ്യൂവേഴ്സും എനിക്ക് തോന്നുന്നത് ഇത് പെയ്ഡ് റിവ്യൂ ആണ്. കാരണം ഇങ്ങനെ ഒരു പടത്തെ ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്യാൻ നോക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് ആർക്കും ഈ പടം കണക്റ്റ് ആകുന്നില്ല. എമ്പുരാനോടൊപ്പം അല്ല ലൂസിഫറിനകത്ത് എമ്പുരാൻ വരുന്നില്ലെന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ പേഴ്സണലി എനിക്ക് ലൂസിഫറിനേക്കാൾ ഇഷ്ടപ്പെട്ടു. ലൂസിഫറിൻ്റെ 2ാം ഭാഗമാകുമ്പം ലൂസിഫറിൻ്റെ ബാലൻസ്, അല്ലെങ്കിൽ ലൂസിഫറിൻ്റെ നിർത്തി വെച്ച ഭാഗം, പറഞ്ഞു വെച്ച കഥയുടെ അതിൻ്റെ ബാക്കിയാണ് പറയുന്നത്. പിന്നെ അടുത്ത ഭാഗത്തിൻ്റെ കാര്യങ്ങളും പറയണം. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറിയാണ് ബിൽഡ് ചെയ്ത് ചെയ്യുന്നത്. ആ ഒരു സ്റ്റോറി മേക്കിംഗ് അടിപൊളിയാണ്. ഒരു സ്ഥലത്ത് പോലും ലാഗില്ല, നല്ല അടിപൊളി ഡയറക്ഷൻ പൃഥ്വിരാജിൻ്റെ, ഒന്നും പറയാനില്ല. നമ്മുടെ മലയാളം സിനിമയിൽ ഇതുപോലെ മലയാളം സിനിമ ഇന്ത്യൻ സിനിമയാക്കാൻ പൃഥ്വിരാജിനെ കൊണ്ടേ ഇനി പറ്റത്തുള്ളൂ. പൃഥ്വിരാജിനെ കൊണ്ടല്ലാതെ വേറെ ആരെയും കൊണ്ടും പറ്റിയില്ല. മലയാളം സിനിമയെ ഇന്ത്യയിൽ ഒന്നാമതാക്കാൻ പറ്റും പൃഥ്വിരാജ് വിചാരിച്ച. ഇപ്പോൾ പടം ഇറങ്ങിയപ്പം ഇപ്പോൾ പടം വേറെ ലെവലിലേക്ക് പോവുകയാണ്. പടം വേറെ ലെവലിലേക്ക് പോകുന്ന വെച്ചാൽ ഡിഗ്രേഡിങ്ങിൻ്റെ കട്ട ഡിഗ്രേഡിങ്ങും, പിന്നെ അറിയാമല്ലോ പടം നല്ലൊരു രാഷ്ട്രീയമാണ് പറഞ്ഞിരിക്കുന്നത്. അത് രാഷ്ട്രബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും. അതിൻ്റെ അകത്ത് ആരെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് റിയലൈസ് ചെയ്താണ് പടം ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ശരിക്കും അതൊരു ധൈര്യമല്ലേ, അതൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. സിനിമയായിട്ട് കാണാൻ പഠിക്കണം. അല്ലെങ്കിൽ സിനിമയ്ക്കകത്തു നിന്നാണ് വയലൻസ് ഉണ്ടാകുന്നത്, സിനിമയ്ക്കകത്തു നിന്നാണ് തീവ്രവാദം ഉണ്ടാകുന്നതൊക്കെ പറഞ്ഞാൽ സിനിമയ്ക്കകത്തു അങ്ങനെ സിനിമയെന്നാണോ ഇതൊക്കെ ഉണ്ടാകുന്നത്? സിനിമ ഇല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും. സിനിമയായിട്ട് കാണണം. ഓരോരുത്തർക്കും പറയാനുള്ള അവർ സിനിമയിലൂടെ പറയുന്നു. പണ്ട് കാലത്ത് നാടകങ്ങളിലൂടെ പറയുന്നു, എഴുത്തുകളിലൂടെ പറയുന്നു. അതിപ്പോൾ സിനിമയിലൂടെ പറയുന്നു. അത് ഒരാളുടെ രാഷ്ട്രീയമായിരിക്കാം. ഒരാളുടെ രാഷ്ട്രീയം അത് ഇഷ്ടമുള്ളവരും കാണും, ഇഷ്ടമില്ലാത്തവരും കാണും, പിന്തുണയ്ക്കുന്നവരും കാണും, എല്ലാം ഉണ്ടാവും. അതിൻ്റെ രീതിയിലെടുക്കുക. ഇതൊരു ഗംഭീര സിനിമ. കാരണം വെച്ചാൽ ഒരു മോഹൻലാൽ ഫാൻ, ലാലേട്ടൻ ഫാൻ എന്ന നിലയിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം വെച്ചാൽ ഈ പടം അവസാനം വരെ എനിക്ക് ഒരു ഗൂസ് ബംസ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഓരോ സീനും. പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു ഫാൻ ബോയ് തന്നെ. കാരണം വെച്ചാൽ ഞാനൊക്കെ വിചാരിച്ചിരുന്നത്, ഞാനെന്നല്ല എല്ലാ ലാലേട്ടൻ ആധാരം വിചാരിക്കുന്നത്, കേരളത്തിലെ ഏറ്റവും വലിയ മോഹൻലാൽ ഫാൻ നമ്മളാണ്, സ്വയം അങ്ങനെ. പക്ഷെ അതൊന്നും അല്ല, നമ്മളൊക്കെ 2ാം സ്ഥാനം. പൃഥ്വിരാജ് കഴിഞ്ഞുള്ളൂ. പൃഥ്വിരാജ് ഒരു 1.5 ഫാൻ ബോയാണ്. പൃഥ്വിരാജ് മോഹൻലാലിനെ അങ്ങ് പ്രസൻറ്റ് ചെയ്തേക്കുക. പൃഥ്വിരാജിന് അറിയാം ആരെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്നുള്ളത്. അത് മലയാള സിനിമയിൽ ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഇമ്പാക്റ്റ് മലയാള സിനിമ വേറൊരു നടനും ഉണ്ടാക്കാൻ പറ്റുകയില്ല. കാരണം അതൊരു ബ്രാൻഡാണ്. നമ്മളെല്ലാം ചെറുപ്പം മുതലേ കണ്ടുവന്നത്, നമ്മളെല്ലാം ചെറുപ്പം മുതലേ ഫോളോ ചെയ്ത്. കാരണം വെച്ചാൽ ഏതൊരു വിദ്വേഷിക്കുള്ളിൽ ഒരു മോഹൻലാൽ ഫാനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം നമ്മളെല്ലാം ചെറുപ്പം മുതലേ കണ്ടുവന്ന ഒരു സാധാരണക്കാരൻ്റെ ജീവിതമായാലും ഒരു 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 തൊഴിലില്ലായ്മയാണേലും നമ്മുടെ ഏത് രീതിയാണേലും
എന്താണല്ലോ നമ്മളെ സാധാരണക്കാരനായിട്ട് നിന്നും അല്ലെങ്കിൽ നമ്മളെ ചിലപ്പോൾ ഒരു അമാനുഷികനായിട്ട് നിന്നും നമ്മളെ ഒരു എല്ലാ രീതിയിലും വിസ്മയിപ്പിച്ചിട്ട് നടനെ. അപ്പോൾ പുള്ളി ഒരു ബ്രാൻഡ് തന്നെയാണ്. പുള്ളിയെ നമുക്ക് എങ്ങനെ കാണാനും ഇഷ്ടമാണ്. ഏത് ഇതിനകത്തൊക്കെ അവതരിപ്പിച്ചിരിക്കുന്ന ഓരോ സീൻ സ്റ്റീഫനൊക്കെ വരുമ്പോൾ നമ്മൾക്ക് വരുന്നൊരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഖുറേഷിയായിട്ടും തകർത്ത് ഓരോ ഷോട്ടൊക്കെ കാണും. നമ്മൾ ഹോളിവുഡ് പടമാണോ, നമ്മളിപ്പോൾ ഒരു ഹോളിവുഡ് പടമാണോ ചിന്തിക്കുന്നത്? മലയാളം പറയുമ്പോൾ നമുക്ക് മലയാളം പടമാണെന്ന് തോന്നുന്നത് ഒരു ലെവല്. പിന്നെ രാഷ്ട്രീയം, നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും എല്ലാം നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ രീതിയിലങ്ങ് എടുക്കുക, അതിൻ്റെ രീതിയിലെടുത്ത് ആ ഒരു സ്പിരിറ്റിലെടുക്കുക, കളയുക. നല്ലൊരു കലാസൃഷ്ടിയെ നശിപ്പിക്കാൻ നോക്കരുത്. കാരണം വെച്ചാൽ ഇത് ആ സിനിമ അതിൻ്റെ രീതിയിൽ കാണുക. ആ മേക്കിംഗ് എല്ലാം നല്ല മേക്കിങ്ങും അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ്, മുരളിഗോപിയുടെ സ്ക്രിപ്റ്റൊക്കെ അപാരം തന്നെ. കാരണം വെച്ചാൽ ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എല്ലാവരും ഈ ലെങ്ത് വൈസ് ഒത്തിരി ഉണ്ടെന്ന് പറയുമ്പോഴാണ് എല്ലാവരും ലാഗ് എന്ന് പറയുന്നത്. പക്ഷെ ആ പടത്തിൻ്റെ രീതിയിൽ കാണുന്നവർക്ക് ആ ലാഗ് ഉണ്ടാകില്ല. എപ്പോഴും ഒരു ഹൈ സീൻ അല്ല പ്രതീക്ഷിക്കേണ്ടത്. എപ്പോഴും ഒരു പടം ഹൈ ആയി പോകണം. അങ്ങനെയുള്ള പടങ്ങൾ തെലുങ്കിലും ഈ ബാഹുബലിയും അതുപോലുള്ള പടങ്ങൾ വന്നുകൊണ്ട് നമ്മളെപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് ഹൈ ആയി പോകണം. ഒരു പടത്തിന് ഒരു സ്റ്റോറി ഉണ്ടാകുമ്പോൾ ആ സ്റ്റോറി ബിൽഡ് ചെയ്യാൻ വേണ്ടി ആ സ്റ്റോറിക്ക് വേണ്ടി ചിലപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻ ഒന്ന് ലോ ആവും, പിന്നെ ഹൈ ആവും. അങ്ങനെയാണ് ഒരു പടം പോകുന്നത്. എപ്പോഴും ഒരു പടം ഹൈ ആയി കൊണ്ടുപോകാൻ നമുക്ക് അങ്ങനെ എല്ലാ പടങ്ങളും പോകത്തില്ല. പക്ഷെ പടം നമുക്ക് സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ നമ്മളൊരു സിനിമ കണ്ട് നമ്മൾ വീട്ടിൽ ചെന്നാലും ആ സിനിമ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും, നമ്മളെ വിടുന്നില്ല. അതാണ് സിനിമ. അങ്ങനെയാണ് ഞാനൊക്കെ ഒരു സിനിമയെ കാണുന്നത്. പിന്നെ സിനിമ എല്ലാം കൊണ്ടും അടിപൊളി. സുജിത് വാസുദേവൻ്റെ സിനിമാറ്റോഗ്രാഫി അടിപൊളി. കാരണം വെച്ചാൽ ഒരു വിഷ്വൽ ട്രീറ്റ് ആ പടം. പിന്നെ നമ്മുടെ മ്യൂസിക് ദീപക് ദേവ ചെയ്തേക്കുന്നത്. മ്യൂസിക് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്നൊരു പേഴ്സണൽ അഭിപ്രായം എനിക്കുണ്ട്. കുഴപ്പമില്ല എന്ന് തന്നെ പറയും. പിന്നെ ബാക്കിയെല്ലാം, പിന്നെ ലാലേട്ടൻ അത് പറയണ്ടല്ലോ. ബാക്കി മഞ്ജു വാര്യറും മറ്റ് കഥാപാത്രങ്ങളെല്ലാം അവരുടെ റോള് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാവരും തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ച് ചെയ്യേണ്ട പടമാണ്. ഇതൊക്കെ തിയേറ്ററിൽ നിന്ന് മിസ്സാക്കരുത്. ഇതൊക്കെ തിയേറ്ററിൽ കണ്ട് നമ്മുടെ മലയാള സിനിമ നമ്മൾ മലയാള സിനിമ എങ്ങും എത്തുന്നില്ല എന്നൊരു പരാതിയുണ്ട്. നമ്മൾ തന്നെയാണ് അതിനെ ഇങ്ങനെ ആക്കുന്നത്. ഇതുപോലൊരു പടം നമുക്ക് കിട്ടിയിട്ട് നമ്മളതിനെ ഡീഗ്രേഡ് ചെയ്ത് ഇല്ലാതാക്കുന്നു പറഞ്ഞാൽ പടം കാണാത്തവരൊക്കെ ആയിരിക്കും ഇതിനകത്ത് കിടന്ന അഭിപ്രായങ്ങൾ പറയുന്നത്. പടം കണ്ടവരും പറയുന്നുണ്ട്, പക്ഷെ അവർക്ക് ആ പടം കണക്റ്റ് ആകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേഴ്സണലാണ് ഞാൻ പറയുന്നത്, പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ സിനിമകൾ ഇപ്പോൾ നമ്മൾ ഏതൊരു സിനിമ എടുത്താലും ഒരു 60%, 100% ആൾക്കാരെ തൃപ്തിപ്പെടുന്ന സിനിമകൾ ഇന്ന് മലയാളത്തിൽ ഇറങ്ങുന്നില്ല. പിന്നെ ഒരു 60% ആൾക്കാർ തൃപ്തിപ്പെട്ട ആ സിനിമ നല്ല സിനിമ തന്നെ. അതിൻ്റെ അകത്ത് ഈ പെയ്ഡ് റിവ്യൂസ് വരുമ്പം അതിൻ്റെ അകത്ത് ഒരു 30% ആൾക്കാരും കുറഞ്ഞു പോകുമ്പോഴാണ് ആ സിനിമ ഫ്ലോപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ പെയ്ഡ് റിവ്യൂസ് സത്യം പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. റിവ്യൂസ് നമ്മുടെ ഫെഫ്കയോ ആരോ ഇങ്ങനെ ഒരിത് പറയുന്നുണ്ടായിരുന്നു. റിവ്യൂസ് ഒരാഴ്ചയ്ക്ക് ശേഷം റിവ്യൂസ് കൊടുക്കുന്നുണ്ട്. അത് കറക്റ്റ് പോയിന്റ്. കാരണം വെച്ചാൽ ഒരു സിനിമ ഇറങ്ങി ആദ്യത്തെ ഷോ കഴിയുമ്പോൾ റിവ്യൂ ഇടരുത്. കാരണം ഒരുത്തൻ്റെ അഭിപ്രായം അല്ല വേറൊരാൾക്ക്. ഓരോരുത്തർക്കും ഓരോ സിനിമ കണക്ട് ആകുന്ന ഇപ്പോൾ പല രീതിയിലാണ്. അപ്പോൾ ഇത് കണ്ട് ഈ റിവ്യൂവേഴ്സിനൊക്കെ ഭയങ്കര റേറ്റിംഗ് ആയി. ഇത് കണ്ടിട്ട് ആ സിനിമയെ അതേ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ പോകത്തില്ല, സിനിമയ്ക്ക് കയറാതില്ല. സിനിമയ്ക്ക് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് എന്ന് പറഞ്ഞാലും നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ സിനിമ എന്ന് പറയുന്നത്. നമുക്ക് സ്പോർട്സും സിനിമയൊക്കെ അല്ലേ ഉള്ളൂ എൻ്റർടൈൻ ചെയ്യാൻ. അതായത് ജീവിതം ഇങ്ങനെ ചുമ്മാ ജോലിക്കും പോയി മറ്റു കാര്യങ്ങളും ചെയ്ത് ഇങ്ങനെ തീർക്കാനുള്ളതല്ലോ. ഈ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയല്ലേ മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമ്മളെ മലയാള സിനിമ നമ്മൾ തന്നെയാണ് താഴോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എമ്പുരാൻ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു വിഷ്വൽ ട്രീറ്റാണ്. വിഷ്വൽ ട്രീറ്റ് മാത്രമല്ല, ഗംഭീര സിനിമയാണ്, മസ്റ്റ് വാച്ച്. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണും.